വെൽക്കം ടു ഹനീസ് ട്രാവലോ. ഇന്ന് നമ്മളാണ് എല്ലാവരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ കാലിൽ ബൈക്ക്. എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. അവളുടെ പേര് വൈകാവേടയാ. ഒരു ചുണ്ടുമുടിക്കാരിയും ഒരു ചേറ്റുമുടിക്കാരിയാ ഫ്രണ്ട്സാ. അപ്പൊ ഞാൻ അവര് കാലിലാ പോവാൻ പോന്നെ. അച്ഛനും അമ്മയും രാമും നിങ്ങളെ കാലിലാ പോന്നെ. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കാലിലാ പോന്നത്. എന്നാ നിങ്ങൾക്ക് പോയാലോ? ഹലോ, അപ്പോൾ ഞങ്ങളത് അങ്ങനെ പഞ്ചോഗ്ര സാഹിബ് ഗുരുദ്വാരയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അംബാലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗുരുദ്വാരയാണ് പഞ്ചോഗ്ര സാഹിബ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 8 കിലോമീറ്ററാണ് പഞ്ചോഗ്ര സാഹിബിലേക്കുള്ള ദൂരം. അപ്പോൾ നമുക്ക് പഞ്ചോഗ്ര സാഹിബിലത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ സിഖുകാരുടെ 8ാമത്തെ ഗുരുവായ ശ്രീ ഹർകൃഷ്ൺ സാഹിബ് ജിയുടെ പേരിലുള്ള ഗുരുദ്വാരയാണ് ഇത്. 1664 അദ്ദേഹം ഡൽഹിയിലേക്ക് ഔറംഗസേബിൻ്റെ ക്ഷണപ്രകാരം ഔറംഗസേബിനെ കാണാൻ പോകുന്ന വഴിയിൽ പഞ്ചോഗ്ര എന്നുള്ള സ്ഥലത്ത് താമസിച്ചു എന്നും അവിടെ ഡിവോട്ടീസ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു എന്നും പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം പഞ്ചോഗ്ര വില്ലേജിൽ താമസിച്ച സ്ഥലത്താണ് ഇപ്പോഴുള്ള ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞങ്ങളങ്ങനെ ഗുരുദ്വാരയുടെ മുമ്പിലെത്തി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് നടക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഗുരുവിൻ്റെ ഇവിടെ താമസിച്ച ഓർമ്മയ്ക്കായിട്ട്, അതായത് 300 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ഒരു മേള നടക്കാറുണ്ട്. അപ്പോൾ ആ മേള കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വരുമ്പോഴത്തേക്കും മേള കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർ തലയിൽ ടവല് കെട്ടുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഏത് ഗുരുദ്വാരയിൽ ചെന്നാലും തല മറച്ചിട്ട് വേണം ഗുരുദ്വാരയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ തലയിൽ ഷോൾ ഇടും, ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ ടവൽ കെട്ടും. ഇപ്പോൾ ആ ഹനിയുടെ തലയിലുള്ളത് ഞങ്ങൾ നേരത്തെ ഗോൾഡൻ ടെമ്പിൾ പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ടവലാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഗുരുദ്വാരയുടെ മുമ്പിൽ നിന്ന് അത് വാങ്ങിക്കാൻ കിട്ടും. അല്ലാണ്ട് തന്നെ ആൾക്കാർ ഓൾറെഡി യൂസ് ചെയ്തത് അവിടെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ സ്ത്രീകൾക്കായാലും അത് തലയിൽ കെട്ടാം. പക്ഷെ നോർമലി ആൾക്കാർ ഷോൾ ഇടുക ചെയ്യുക. ഇപ്പോൾ പുരുഷന്മാരും കുട്ടികളും ആണെങ്കിലാണ് ഇങ്ങനെ ഈ ടവൽ വെച്ചിട്ട് തലമറയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാ ഗുരുദ്വാരയിലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. തലമറച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ഏത് ഗുരുദ്വാരയുടെ അകത്തും പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളത് ഗേറ്റ് കടന്ന് അകത്ത് വന്നു. ഈ കാണുന്നതാണ് പഞ്ചോഗ്ര സാഹിബ് ഗുരുദ്വാര എന്നുള്ളത്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് അവിടെ ചെരുപ്പ് അഴിച്ച് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അതിപ്പോൾ ഏത് ആരാധനാലയങ്ങളും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവർ സൂക്ഷിച്ചോളും. അതിപ്പോൾ അറിയാമല്ലോ, സിഖ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത് അതാണ്. അവരുടെ ആരാധനാ സ്ഥലത്ത് പോകുന്ന എല്ലാവർക്കും എല്ലാ സമയത്തും ഫ്രീ ഫുഡ് കൊടുക്കും. അവിടെ നിന്ന് അവർ ചെയ്തു തരുന്ന സേവനങ്ങൾക്കൊന്നും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഗുരുദ്വാരയുടെ അകത്തേക്ക് അലോഡല്ല. അതായത് ഷോർട്സ്, ഷൂസ്, ക്യാപ്പ് ഒന്നും. ഇപ്പം നിങ്ങളിതൊക്കെ പുറത്തഴിച്ച് വെച്ചിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട്. നോർമൽ ഡ്രസ്സ് ധരിച്ച് മാത്രമേ ഗുരുദ്വാരയുടെ അകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. നമ്മൾ ഗോൾഡൻ ടെമ്പിൾ ചെന്നപ്പോഴും ഇതിനു മുമ്പ് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഗുരുനാനക് ജയന്തിയുടെ സമയത്ത് ഇതിനടുത്തുള്ള ഒരു ഗുരുദ്വാരയിൽ പോയ സമയത്തൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ ഗുരുദ്വാരയുടെ അകത്ത് കയറുന്ന സമയത്ത് അവിടെ ഇതേപോലെ ഒരു കുഞ്ഞ് സ്ഥലത്ത് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടാവും. അതിനകത്ത് കാല് കഴുകിയിട്ട് വേണം നമ്മൾ ഗുരുദ്വാരയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഗുരുദ്വാരകളിലും അത് ഒരേപോലത്തെ കാര്യമാണ്. ഞങ്ങൾ അകത്ത് കയറി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗുരുദ്വാരയിൽ പൂജിക്കുന്നത് ഇവരുടെ വിശുദ്ധ പുസ്തകമായ ഗുരു ഗ്രന്ഥ് സാഹിബാണ്. അപ്പോൾ ഗുരുദ്വാരകളിലൊന്നും തന്നെ വിഗ്രഹാരാധന പതിവില്ല. അപ്പോൾ ഓരോ ഗുരുദ്വാരയും ഓരോ ഗുരുവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയതാണെങ്കിലും ഇവിടെ പൂജിക്കുന്നത് ഗുരു ഗ്രന്ഥ സാഹിബാണ്. അപ്പോൾ ഇതാണ് ഗുരുദ്വാരയുടെ അകവശം. നമുക്ക് പഞ്ചോഗ്ര സാഹിബിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പെർമിഷൻ ഇല്ല. അത് കാരണമാണ്. അപ്പോൾ ഞങ്ങൾ അകത്ത് തൊഴുതിട്ട് മോത്തും രാമൻ സാറും
പ്രസാദം വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അത് റവ ഹൽവയാണ്, ശുദ്ധമായ നെയ്യിലുണ്ടാക്കി റവ ഹൽവയാണ് പഞ്ചോഗ്ര സാഹിബിലത്തെ പ്രസാദം എന്ന് പറയുന്നത്. ഇവിടെ ലങ്കാർ ഹോൾ ഉണ്ട്, അതായത് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. നമ്മൾ ഗോൾഡൻ ടെമ്പിളിലും അംബാല ക്യാൻഡലത്തെ ഗുരുദ്വാരയിലൊക്കെ കണ്ടില്ലേ, അതേപോലെ ലങ്കാർ ഹാൾ ഉണ്ട്. ആ ലങ്കാർ ഹാളിൽ നിന്ന് നമുക്ക് ഫ്രീ ഫുഡ് കിട്ടുകയും ചെയ്യും. ഇതാണ് പഞ്ചോഗ്ര സാഹിബിൻ്റെ കൺസ്ട്രക്ഷൻ. നമ്മൾ രാത്രി ആയതുകൊണ്ടാണ്. പകൽ കാണുകയാണെങ്കിൽ ഇത് മുഴുവൻ മാർബിളിലാണ് ആക്ച്വലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പകൽ കാണുമ്പോൾ ഇങ്ങനെ നല്ലോണം തിളങ്ങി നിൽക്കും വെയിലിൽ. മുഴുവൻ വൈറ്റ് മാർബിളിലാണ് ഇതിൻ്റെ ചുമരുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. താഴെയൊക്കെ ടൈൽസും മാർബിളും ആയിട്ടാണ് നമ്മുടെ നടക്കുന്ന വഴിയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡെക്കറേഷൻസ് ഒക്കെ ആക്ച്വലി മേളയുടേതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ മേള കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഡെക്കറേഷൻസാണ് ഈ കാണുന്നത്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. അപ്പോൾ നല്ല ഒരു സൂത്തിങ് ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിപ്പോൾ ഏത് ഗുരുദ്വാരയിൽ ചെന്നാലും അതുപോലെ തന്നെയാണ്. പക്ഷേ ഗോൾഡൻ ടെമ്പിളിലൊക്കെ ആണെങ്കിൽ അത്രയും റഷും ആൾക്കാരുടെ ബഹളമൊക്കെ ആയ കാരണം നമുക്ക് ആ ഫീലിംഗ് അത്ര കിട്ടില്ല. പക്ഷേ ഇവിടെ തിരക്ക് കുറവായിരുന്നു. അത് കാരണം നമുക്ക് നന്നായിട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇവരുടെ ഹോളി പോണ്ട് ഉണ്ട്, വിശുദ്ധ കുളം. അതെല്ലാ ഗുരുദ്വാരയിലും ഉള്ളതാണ്. അതേപോലെ തന്നെ പഞ്ചോഗ്ര സാഹിബിലും ഉണ്ട്. അപ്പോൾ കുളത്തിൽ നിറയെ മീനുകളൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ ഹോളി ബാത്ത് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ സിഖുകാരുടെ വിശ്വാസപ്രകാരം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യായ്കയൊക്കെ ഉണ്ടെങ്കിൽ ഈ കുളത്തിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കഴിയുമ്പം അതിനൊക്കെ ശമനം കിട്ടുമെന്നാണ് സിഖുകാർ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് അതിനകത്ത് ഇറങ്ങാൻ നിന്നില്ല. ഒത്തിരി തണുപ്പുമുണ്ട്. പക്ഷേ ഒരു വലിയ കുളമാണേ. അങ്ങനെ ഞങ്ങൾ ആ കുളവും കണ്ടിട്ട് തിരിച്ച് നടക്കുകയാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഗുരു ഹർകൃഷ്ണൻ സാഹിബ് പഞ്ചോഗ്രയിലെത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ കാണാൻ വന്ന ഡിവോട്ടീസിൻ്റെ അടുത്ത് അദ്ദേഹം മണൽ കൊണ്ട് ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു എന്ന്, ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഫുൾഫിൽ ചെയ്ത് തരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ആ മണൽ കൊണ്ട് ബൗണ്ടറി ഉണ്ടാക്കിയ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഗുരുദ്വാര പഞ്ചോഗ്ര സാഹിബ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ കുറച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവരുടെ ലങ്കാർ ഹോളാണ്. ലങ്കാർ ഹോളിൽ പോകുന്ന വഴിക്കും നമുക്ക് ഇതേപോലെ കാല് കഴുകിയിട്ട് വേണം ലങ്കാർ ഹോളിൻ്റെ അകത്തും പ്രവേശിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ കണ്ട മാതിരി തന്നെ. പക്ഷെ ഞങ്ങൾ ആ ലങ്കാറൊന്നും കഴിക്കാൻ പോയില്ല. ഇപ്പോൾ നമ്മൾ അവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരത്തെ ചപ്പൽ സൂക്ഷിച്ച സ്ഥലത്ത് പോയിട്ട് ചപ്പൽ എടുക്കാൻ പോകണേ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, ഈ ഗുരുദ്വാരയുടെ സറൗണ്ടിങ്സ് മുഴുവൻ ഇങ്ങനെ നിറയെ പൂക്കളും ചെടികളൊക്കെ ആയിട്ട് ഭയങ്കര ഹരിതാപമായിട്ടായിരിക്കുന്നത്. അത്രയും നല്ലോണം പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടാണ് ഇവർ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്കണ്ഡേയ മന്ദിറിൽ പോയപ്പോൾ കണ്ടില്ലേ, ചെരുപ്പ് അഴിച്ച് വെച്ച് കഴിയുമ്പോൾ തിരിച്ചത് ഇടാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ. നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ചെയറും ബെഞ്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് കംഫർട്ടബിളായിട്ട് ഷൂസൊക്കെ ഇട്ടിട്ട് പോവാം. ഇത് നേരെ കാണുന്നത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ്. ഓരോ ഗുരുദ്വാരയ്ക്കുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ട് കുറേ ആക്ടിവിറ്റീസ് ഇവർ നടത്തുന്നുണ്ട് സിഖുകാർ. ഈ സിഖ് കമ്മ്യൂണിറ്റി നോർമലി വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിട്ടാണ് പറയുന്നത്. ഇവിടെയൊക്കെ ലൈറ്റൊക്കെ വെച്ച്, മരത്തിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ വെച്ച് നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഹനിയും വൈകം വേദയൊക്കെ കുറച്ച് സമയം അവിടെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്തു. ഈ കാണുന്നത് ഗുരുദ്വാര പഞ്ചോഗ്ര സാഹിബിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി എഴുതി വെച്ചിരിക്കുന്നതാണ് ഒരു മാർബിൾ ഫലകത്തിൽ. അപ്പോൾ ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, പഞ്ചാബിയിലുണ്ട്. അപ്പോൾ നമുക്കത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുദ്വാരയുടെ ഒരു ചെറിയ ചരിത്രം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ഇംഗ്ലീഷിലുള്ള വിവരണമാണ്. തൊട്ടടുത്ത് ഹിന്ദിയുടെ ഉണ്ട്, പിന്നെ ഏറ്റവും ആദ്യം പഞ്ചാബിയിലും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഗുരുദ്വാരകളിൽ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് അവരുടെ റൈറ്റിങ്സ് ഒക്കെ പഞ്ചാബിയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കുറച്ച് കൂടുതൽ ഭാഷാസ്നേഹമുള്ളവരായിരിക്കണം. എവിടെ ചെന്നാലും, അതിപ്പോൾ അംബാലയിലായാലും പഞ്ചാബിലും ആയാലും ഒക്കെ ഗുരുദ്വാരകളിലൊക്കെ ബോർഡും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് പഞ്ചാബിയിലാണ്. ഇവിടെ ഇംഗ്ലീഷിലും ഭാഗ്യത്തിന് വിവരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വായിച്ച്, അവിടെ ആ ബോർഡിലുള്ളത് ഈ പല കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജയിലിലടക്കപ്പെട്ട സിഖുകാരുടെ ഫോട്ടോയും വിവരണങ്ങളുമാണ്. അപ്പോൾ അവരെ ജയിലിൽ നിന്ന്
പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ നിവേദനവും പ്രൊട്ടസ്റ്റിൻ്റെയൊക്കെ ബോർഡാണ് അവിടെ കാണുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണേ. മേള കാണണമെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ മേള കാണാൻ പറ്റിയില്ല. എന്തായാലും ഗുരുദ്വാര മാത്രം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് ഹോപ്പ്ഫുള്ളി അടുത്ത വർഷത്തെ മേള കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് പഞ്ചോഗ്ര സാഹിബിലത്തെ വിശേഷങ്ങൾ. മേളയുടെ ബാക്കി പത്രം എന്നോണം കുറച്ച് കടകളൊക്കെ ഇപ്പോഴും ഡിസ്മാൻഡിൽ ചെയ്യാണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കടകളൊക്കെ ഒന്ന് വെറുതെ നോക്കി, ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. അവർ കുറച്ച് ടോയ്സിനൊക്കെ വേണ്ടി വാശി പിടിച്ചു, എന്നാലും ഒന്നും വാങ്ങിക്കേണ്ട ഞങ്ങൾ കടകളൊക്കെ നോക്കിയിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണേ. ഇതൊക്കെയാണ് പഞ്ചോഗ്ര സാഹിബിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.